ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കോവയ്ക്കയും പയറും കൊണ്ടുള്ള ഒരു കൂട്ടുതോരൻ്റെ റെസിപ്പിയാണ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത കോവയ്ക്കയും പയറുമാണ്. പയർ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതാ കോവയ്ക്കയും പയറും കൂടി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. അത് കൂടുതൽ രുചികരമായിരിക്കും. അപ്പം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കുറച്ച് ജീരകം, കറിവേപ്പില, അത് വീട്ടിൽ തന്നെ ഉള്ളതാണ്, എന്നിവയിട്ട് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും പയറും ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് 5 മിനിറ്റ് വയ്ക്കാം. ഈ സമയം കൊണ്ട് ആവശ്യമായ തേങ്ങ, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ഒതുക്കിയെടുക്കാം. കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഈ പരുവം മതി. അപ്പോഴേക്കും കോവയ്ക്ക വെന്തിട്ടുണ്ടാവും. നമുക്ക് മൂടി മാറ്റി നോക്കാം. അത് ഏകദേശം വെന്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ നടുവിലേക്കായി ഒന്ന് വകഞ്ഞ് മാറ്റി അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അരപ്പ് ഈ കോവയ്ക്ക കൊണ്ട് തന്നെ മൂടി വെച്ച് കവർ ചെയ്ത് ഒന്നുകൂടി അമർത്തി വെച്ച് അടപ്പ് വെച്ച് മൂടി ഒരു 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇടാം. അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കാം. ഇളക്കി യോജിപ്പിച്ച് അരപ്പൊന്ന് മൂത്ത് വരണം. ഒന്ന് അരപ്പ് മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ കോവയ്ക്ക പയറ് തോരൻ റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയാണ് ഇവിടെ. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയൂ.